പങ്കൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായൊരു വറുത്ത് തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് അധികം ദിവസം തന്നെ നമുക്ക് എടുത്തു വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകം ഇതുപോലെ ഒന്ന് ഞെരടിയിട്ട് കൊടുക്കുക. നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ് അധികമായി പോകരുത്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പപ്പടമാണ്. ഞാനിപ്പോൾ വറുത്ത 5 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതൊരു കവറിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. വറുക്കുന്നതിന് മുൻപ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം വറുത്ത് കോരി എടുത്താലും മതി. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ആവശ്യത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരണം, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നപ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. മുളകൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരണം, കരിഞ്ഞു പോകണ്ട, വാടി വന്നാൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് കൂട്ടി വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ. തേങ്ങ കരിഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് ക്രിസ്പിയായി വരണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കോരി ഇടുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കണം. ഈ സമയം നമ്മളിതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കുകയാണ്. ഈ പപ്പടം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പപ്പടത്തോടൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോസ്റ്റലിലേക്കും ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം തന്നെ അവർക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഇത് പ്രസ് ചെയ്തിരിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.